ഹലോ ഗായ്സ്, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ആക്ച്വലി ഞാൻ ഒരു ആർട്ടിസ്റ്റോ പെയിൻറ്ററോ ഒന്നല്ല, ബട്ട് ഒരുപാട് നാൾ ശേഷം ഒരു പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ളൊരു കൗതുകം തോന്നിയിട്ട് ചെയ്യാൻ വേണ്ടി സാധനം മേടിച്ചതാണ്. സോ ഇതാണ് ഇതിൽ മേടിച്ച സാധനങ്ങൾ. ഒരു ക്യാമലിൻ്റെ ക്യാൻവാസ് ബോർഡാണ്, 10x12 ഇഞ്ചിൻ്റെ. പിന്നെ അതുതന്നെ ക്യാമലിൻ്റെ അക്രിലിക് കളേഴ്സ് ആണ്. ഇതാണ് കളേഴ്സ് ഇതിൽ വരുന്നത്. പിന്നെ അടുത്ത എക്യുപ്മെൻ്റ് ആണ് നമുക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടിയത് ബ്രഷസ്. ഇത് ആർട്ടിസ്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് ബ്രഷാണ്, സിൻ ബൗണി എന്ന് പറഞ്ഞിട്ട്. സിൻ ബോവൻ്റെ ഒരു ആർട്ടിസ്റ്റ് പെയിൻറ്റ്സ്. ഇതിൽ ഒരുപാട് ബ്രഷസ് ഉണ്ട്. ആക്ച്വലി ഇതൊക്കെ മേടിച്ചത് ഓൺലൈനിൽ നിന്നാണ്, ആമസോൺ നിന്നാണ്. സോ ഇതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളെ നമുക്കിന്ന് ആവശ്യം മെയിനായിട്ട്. അപ്പം നോക്കാം പെയിൻറ്റിങ് എങ്ങനെ പോകുന്നുള്ളത്. ഇത് ഒരുപാട് നാളിന് ശേഷം ഒരു ഫസ്റ്റ് അക്രിലിക് പെയിൻ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് മുമ്പ് അക്രിലിക് പെയിൻറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് വാച്ച് എന്താവുന്നുള്ളത്. ഈ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത കളേഴ്സാണിത്. ഇതിൽ ഒരു ബ്ലൂ 2 കളറുണ്ട്, കൊബാൾട്ട് ബ്ലൂവും പിന്നെ പ്രൂസിയൻ ബ്ലൂ, ക്രിംസൺ ലേക്ക് ഒരു റെഡ് കളറായിട്ട് വരുന്നുണ്ട് 2 എണ്ണം. ഒരെണ്ണം സ്കാർലെറ്റ് ലേക്കും, പിന്നെ ഒരു ബേൺഡ് സിയന എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്, പിന്നെ വൈറ്റ്, പിന്നെ ഒരു യെല്ലോ, ഒരു ലെമൺ യെല്ലോ കളറും. പിന്നെ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 1 ഇഞ്ചിൻ്റെ ബ്രഷാണ്. ജസ്റ്റ് ബോർഡ് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നമുക്ക് ബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഈ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ഫസ്റ്റ് ചെയ്യുക. അതിന് ബോർഡ് ഫുള്ള് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ബ്രഷ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്ലോലി ഈ ചെറിയ ബ്രഷസ് നമ്മൾ യൂസ് ചെയ്യും നമ്മൾ പെയിൻറ്റ് ജസ്റ്റ് വരയ്ക്കാനായിട്ട്. വേറെ എക്യുപ്മെൻറ്റ് അതാണ് കോട്ടൺ ബഡ്സ്. ഈ കോട്ടൺ ബഡ്സ് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഈ ബോർഡ് നമ്മൾ അൺകവർ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൽ ഗ്രെയിൻസ് ഉണ്ടാവും. ഇതിൽ ഗ്രെയിൻസ് ഉണ്ട് ഒരുപാട്. സോ ഈ ബോർഡൊന്ന് ജസ്റ്റ് സോഫ്റ്റൻ ചെയ്യണം. കുറച്ച് ലൈറ്റ് വാട്ടർ എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യണം ഫുൾ ബോർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോട്ടൺ ബഡ്സ് നമുക്ക് ഇങ്ങനെ ഒരു 6 എണ്ണത്തിൻ്റെ ബണ്ടിലാക്കിയിട്ട് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ട് ഉണ്ടാക്കണം. ഇത് കുറച്ച് ബണ്ടിൽസ് ഉണ്ടാക്കിയതാണ് ഇവിടെ. നിങ്ങൾക്ക് വേണ്ടിയത്ര ബണ്ടിൽസ് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബോർഡ് പെയിൻറ്റ് ചെയ്യുക. ബോർഡിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് ക്ലേക്കായിട്ട് യെല്ലോ സൺലൈറ്റിൻ്റെ ബീമിൻ്റെ പെയിൻറ്റിങ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സൈഡ്സ് ഷെയ്ഡിങ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയ കളേഴ്സ് നടുവിൽ ഇവിടേക്ക് ഒരു യെല്ലോ കളർ നമ്മൾ കൊടുക്കുക ലൈറ്റിൻ്റെ ഷെയ്ഡിന് വേണ്ടിയിട്ട്. പിന്നെ സൈഡിലേക്സിൽ ജസ്റ്റ് നമുക്ക് ബ്ലൂ കളേഴ്സ് ഷെയ്ഡിങ് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് ഇതിൽ ഈ യെല്ലോ കളറും വൈറ്റ് കളറും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഷെയ്ഡിങ്ങിന് മാത്രം. സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് കുറച്ച് വിട്ടിട്ട് നേരെ താഴെ വരെ ഡൗണിലേക്ക് ഒരു സ്ട്രോക്ക് ചെയ്യും. ഇതിലേക്ക് ബ്ലൂ കളർ എടുക്കുക. ഈ ബ്ലൂ കളറിലേക്ക് ഈ യെല്ലോവും വൈറ്റും കൂടി മിക്സ്, നമുക്ക് ആ ലൈറ്റിൻ്റെ ഷെയ്ഡിൽ നിന്ന് തന്നെ ജസ്റ്റ് ഇങ്ങനെ വരേണ്ടതാണ്. അപ്പം യെല്ലോവും ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ട്
ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ സ്ട്രോക്സ് ആയിട്ട് ചെയ്യണം. അപ്പം ബീം ഓഫ് യെല്ലോ ലൈറ്റും ഇതും കൂടെ പാസ് ആയിട്ട് വരും. ഒരു റേ ഓഫ് ലൈറ്റ് പെയിൻറ്റ് ചെയ്തു വിത്ത് യെല്ലോ ആൻഡ് വൈറ്റ് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട്. പിന്നെ ഇതിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ബ്ലൂ ഈ യെല്ലോയിലേക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ സൈഡ് ഫുൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറി പോകുമ്പം ഡാർക്കർ ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും. ഈ ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പെയിൻറ്റിങ്ങിലേക്ക് നോക്കാം എന്ത് ചെയ്യുക. ഇതിൻ്റെ ഇതിൽ മെയിൻ സ്റ്റെപ്പ് നമുക്ക് ഫുൾ ബോർഡ് ആദ്യം ഒന്ന് പെയിൻറ്റ് ചെയ്യണം ഇങ്ങനത്തെ ഷെയ്ഡിങ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്യൂടിപ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കളറ്. ഇവിടെ നമുക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തത് ഇങ്ങനെ പാറ്റേൺസ് ഉണ്ടാക്കാം. റഫായ രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ പാറ്റേൺസ് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ലീവ്സ് ഇങ്ങനെ ഡ്രസ്സിൽ വരുന്ന ജസ്റ്റ് തിരിച്ചു കൊടുത്തത് നമുക്ക് വേണ്ടിയ പാറ്റേൺസ് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കണമെങ്കിൽ സ്റ്റെപ്സ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടിയ കളേഴ്സ് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ മലപ്പുറം ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഫുള്ള് കുറച്ച് വലിയ ബ്രാഞ്ചസും പിന്നെ ചെറിയ ബ്രാഞ്ചസൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് വൈറ്റ്, പേർപ്പിൾ, ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ട്രീ ആണ്. ട്രീ വരയ്ക്കുമ്പോൾ ജസ്റ്റ് താഴെ കൂടെ നമുക്ക് ഒരു ബോർഡർ വരയ്ക്കണം. ഒരു ലാൻഡിൻ്റെ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് ഒരു ലൈൻ ഇട്ടിട്ട് ബോട്ടം ഫുള്ള് നമുക്ക് ഷെയ്ഡ് ചെയ്യണം ബ്ലാക്കിൽ. ബോട്ടം ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് വെച്ചിട്ട്. ജസ്റ്റ് ഡ്രോ ചെയ്യണം. ട്രീ ഡ്രോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേൽക്കൂടെ അല്ലാണ്ട് ഞാൻ തോന്നുന്നു ഒരു ട്രീ കൂടി ഡ്രോ ചെയ്യാൻ നോക്കാണ്. ജസ്റ്റ് മേൽക്കൂടെ തന്നെ വരച്ച് നോക്കാം നമുക്ക്. ഫുള്ളായിട്ട് നമുക്കൊരു ബ്ലാക്ക് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. കുറച്ച് ഗ്രാസസ് വരയ്ക്കുക. ഇന്ന് റൗണ്ട് ബ്രഷ് എടുത്തത് ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ സ്ലോലി
ഏകദേശം നമ്മൾ ട്രീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ട്രീയിൽ ജസ്റ്റ് ട്രങ്ക്സിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് കൊടുത്തു. ഡിസ്റ്റായിട്ട് ഇങ്ങനെ പോകുന്ന ഷെയ്ഡ്സൊക്കെ വൈറ്റ് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്രാസസ് വരച്ചു. ഇനി അടുത്തത് നമ്മൾ ഒരു പിങ്ക് ഷെയ്ഡ് ഫ്ലവേഴ്സും കൂടി ഇതിൽ കൊടുക്കാനുണ്ട്. ടച്ചിങ് വേണ്ടിയിട്ട് കുറച്ചുകൂടി അട്രാക്ഷൻ കൂട്ടും. അത് പിങ്ക് കളർ ഫ്ലവേഴ്സ് കൂടി ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ടിപ്സ് വീണ്ടും എടുത്തിട്ടുണ്ട്. ഇതിൽ പിങ്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് നമുക്ക് മിക്സ് ചെയ്തിട്ട് വീണ്ടും എടുത്ത് ചെയ്യാം.